സത്യത്തിൽ വയനാടിന്റെ പണം പുട്ടടിക്കാൻ വേണ്ടി സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നു. അവർക്ക് കിട്ടാനുള്ളത് കിട്ടി. ഇനിയിപ്പോ വയനാട്ടുകാർ എങ്ങനെ ജീവിച്ചാലെന്ത്, എന്തെടുത്ത് നിന്നാലെന്ത്, എവിടെ കിടന്നുറങ്ങിയാലെന്ത്. സ്ലാബ് പൊട്ടിയതുകൊണ്ടാണ് ആ കിനിവ് നേരിട്ടിട്ട് ഇറങ്ങിയത്. ഇപ്പം തന്നെ അങ്ങനെ ആകുമ്പോൾ നമ്മൾ താമസമൊക്കെ തുടങ്ങുമ്പോൾ എന്തെങ്കിലും സ്ഥിതി ഒന്നും പറയാൻ പറ്റില്ല. പുത്തുമലക്കാരൊക്കെ ഒരുപാട് അനുഭവിച്ചും കൊണ്ടൊക്കെ എപ്പോഴും. ഏതാണ്ട് 800 കോടി രൂപ കേരളത്തിലെ ജനങ്ങൾ, മലയാളികൾ വയനാടിന്റെ പുനരധിവാസത്തിന്, വയനാട്ടിലുള്ള വീട് നഷ്ടപ്പെട്ട സാധുക്കൾ, തൊഴിൽ നഷ്ടപ്പെട്ട സാധുക്കൾ, ഉപജീവന മാർഗം നഷ്ടപ്പെട്ട സാധുക്കൾ, അവർക്ക് എല്ലാവർക്കും അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി സർക്കാരിന്റെ ഖജനാവിലേക്ക്, പിണറായി വിജയന്റെ ഖജനാവിലേക്ക്, ദുരിതാശ്വാസ നിധിയിലേക്ക് കൊണ്ടുവന്നിട്ടെടുത്തു അയാളെ വിശ്വസിച്ചിട്ട്. എന്നാൽ അദ്ദേഹമാകട്ടെ ഒരു 100-300 കോടി രൂപന്റെ പദ്ധതി മാത്രം അവിടെ നടപ്പിലാക്കി അതിൽ തന്നെ വെട്ടി വിഴുങ്ങി ബാക്കിയുള്ള പണം എങ്ങോട്ട് പോയി എന്നറിയാതെ കട്ടുമുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാക്കി അതിനെ മാറ്റി എന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത്. നോക്കൂ, അവിടെ വീട് പണിഞ്ഞു. ആ വീടുകള് സാധാരണക്കാർക്ക് കയറി താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോ. വിള്ളലുണ്ടെന്നാണ് പറയുന്നത്. ഈ വയനാടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സർക്കാർ ഏറ്റെടുക്കുന്നതിന് മുമ്പ്, അതായത് സർക്കാർ ടൗൺഷിപ്പാണ് ഉണ്ടാക്കുന്നത് എന്ന് സംസാരിച്ച ആ സമയം മുതൽ ഞാനടക്കമുള്ള മലയാളികൾ, യൂട്യൂബേഴ്സ് കുറച്ച് ആൾക്കാർ പറഞ്ഞതാണ്, പുത്തുമല, കവളപ്പാറ ഏരിയകളിൽ ഇതിനു മുമ്പ് ഉരുൾപൊട്ടൽ ഇതുപോലെ സമാനമായി നടന്നിട്ടുണ്ട്. അന്ന് കൊടുത്തിട്ടുള്ള വീടുകൾ, അന്ന് സർക്കാർ പണിഞ്ഞു കൊടുത്തിട്ടുള്ള വീടുകൾ 1 വർഷത്തിനുള്ളിൽ ഉപയോഗശൂന്യമായി പോയി. കയറി താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, ദുരന്തത്തിലേക്ക് തള്ളിവിട്ടു. അതായത് വീട് കൊടുത്തു, എന്നാൽ ഇവിടെ ദുരിതം മാറിയില്ല. പിന്നെ സർക്കാരിന് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടൂല. കാരണം എന്താണ്, ഇവിടെ സർക്കാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ ആ ദുരന്തത്തിൽ നിന്ന് കൈയിട്ട് വരുന്ന ഒരു സർക്കാരായി ഇത് മാറി, സഖാവ് പിണറായി മാറി എന്നുള്ളത് വല്ലാത്തൊരു ദുരന്തമാണ്. കൈമാറ്റം ഒന്നും തന്നിട്ടില്ല, താക്കോലൊന്നും തന്നിട്ടില്ല. അപ്പൊ തന്നെ ഉണ്ടല്ലോ വാതിൽ അവര് പൂട്ടി പോയിക്കാണ്. അപ്പുറത്തെ വീടും അതിന്റെ അപ്പുറത്തെ വീടും വാതിലൊക്കെ തുറന്നിട്ടിട്ട് അവർ പോയിക്കണേ. ഈ വീട് മാത്രം പൂട്ടി പോയിക്കണേ. ഇതെന്താ സംഭവം എന്നൊന്നും അറിയില്ലല്ലോ. സത്യത്തിൽ ഈ 100-400 കുടുംബങ്ങളാണ് അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 740 കോടി 770 കോടി രൂപയുണ്ട്. അതായത് 800 കോടിക്ക് അടുത്തുണ്ട്. ബാക്കിയുള്ള ലീഗിന്റെതും എല്ലാം കൂടി കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ സർക്കാർ ഓരോ കോടി രൂപ ഈ പറഞ്ഞ ആൾക്കാരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ ആരും ഒന്നും പറയില്ല. കാരണം അവർക്ക് അനുയോജ്യമായ സ്ഥലത്ത് സ്ഥലം എടുക്കുകയും അതിൽ അവർ വീട് വെക്കുകയും ബാക്കിയുള്ളത് കൊണ്ട് അവരുടെ കടം തീർക്കുകയും പിന്നെ അവരുടെ കച്ചവടവും ഒക്കെ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും നോക്കി അവർ രക്ഷപ്പെട്ടു പോയേനെ. എന്നാൽ അതിൽ കയറി കൊള്ളയടിച്ചിട്ട് ഇപ്പൊ വീട് പണിഞ്ഞപ്പോ കയറി മനസ്സമാനത്തോടെ കിടക്കാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളത്. ഇതിങ്ങനെ കാണുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമം. ഇവരത് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇവരത് ചെയ്തു തരാന്നാ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരു 2 ആഴ്ചയായി ഞാൻ കണ്ടിട്ടുണ്ട്. മഴ പെയ്തിട്ട് അവിടെ മേലെ ഒരു ആ സ്ലാവിൽ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ ലീക്ക് ഉണ്ടായിരുന്നു. പൊട്ടിയത് തന്നെ നിങ്ങൾക്ക് കാണാം സെൻറ്ററിൽ കൂടെ. ആ വെള്ളത്തിൻ്റെ കിനിവ, പ്ലാസ്റ്റർ പൊട്ടിയതൊന്നുമല്ല, അത് സ്ലാവിൻ്റെ പൊട്ടാണ്. അല്ലെങ്കിൽ പ്ലാസ്റ്റർ ആണെച്ചാൽ വെള്ളത്തിൻ്റെ കിനിവ് വരില്ല. മറ്റേ സ്ലാബ് പൊട്ടിയത് കൊണ്ടാണ് ആ കിനിവ് നേരിട്ടിട്ട് ഇറങ്ങിയത്. ഇപ്പം തന്നെ അങ്ങനെ ആകുമ്പോൾ നമ്മൾ താമസമൊക്കെ തുടങ്ങുമ്പോൾ എന്തെങ്കിലും സ്ഥിതി ഒന്നും പറയാൻ പറ്റില്ല. പുത്തുമലക്കാരൊക്കെ ഒരുപാട് അനുഭവിച്ചും കൊണ്ടൊക്കെ എപ്പോഴും. പക്ഷെ അത് കാണുമ്പോൾ നമുക്കിപ്പം ഇവിടെ വരുമ്പോൾ ഒരു മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമം ഇത് കാണുമ്പോൾ. എഞ്ചിനീയർക്ക് ഞാൻ പറഞ്ഞപ്പോൾ അവർ പിന്നെ വാതിൽ പൂട്ടിയിട്ട് ബാക്കിയുള്ള വീടുകളൊക്കെ തുറന്നിട്ടിട്ട് ഈ വീട് മാത്രം പൂട്ടിയിട്ടിട്ട് പോയി. അപ്പോഴാണെന്നൊന്നും തുറന്നു തന്നത്. ഒരാശങ്കയുണ്ട്, തീർച്ചയായിട്ടും 100% ഒരു ആശങ്ക തന്നെ. കാരണം ഇങ്ങനെ കാണുമ്പോൾ ഡോറിൻ്റെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നില്ലേ, അതുപോലെ ഒരുപാട് വീട്ടിലുണ്ടാവും ഓരോ പ്രശ്നങ്ങൾ. അവരൊക്കെ വന്ന് നോക്കിയാൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് ഉദ്ഘാടന മഹാമഹം നടത്തിയത് കൊടുത്തു, താക്കോൽദാന കർമ്മം എന്ന് പറഞ്ഞിട്ട് വലിയൊരു പരിപാടി അങ്ങോട്ട് നടത്തി. എന്നിട്ടിപ്പോ തങ്ങൾക്ക് കിട്ടിയ വീടുകൾ പരിശോധിക്കുമ്പോൾ പലയിടത്തും ചോർച്ച, വിള്ളല്, അതായത് മനസമാധാനത്തോടെ കിടന്നിറങ്ങാൻ പറ്റൂല. ഒരു ടൗൺഷിപ്പ് എന്ന നിലയിൽ കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ വീടുകളിൽ ഇനി മനസമാധാനത്തോടെ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് കിടക്കാൻ പറ്റും. ഏത് നിമിഷമാണ് പൊളിഞ്ഞ് തലയിൽ കൂടെ വീടുന്നെന്ന് പറയാൻ പറ്റില്ല. ആ നിലയിൽ ഉറപ്പില്ലാത്ത വീടുകളാണ് പണിഞ്ഞിട്ടുള്ളത്. വലിയ ഫൗണ്ടേഷനൊക്കെ അടിയിലേക്ക് മാന്തി കൊടുത്തിട്ട് കുറച്ച് മുകളിലേക്ക് എത്ര നിലകളും കയറ്റാൻ കഴിയുന്ന രീതിയിലാണ് ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ കോൺക്രീറ്റ് ചോർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആവശ്യത്തിനുള്ള സിമന്റ് ഉപയോഗിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം നിർത്തി അതിന് ഉറപ്പ് കൂട്ടിയിട്ടുണ്ടോ? എന്തുറപ്പാണ് ഇപ്പൊ പറയുന്നത്? ആ കോൺക്രീറ്റ് മാന്തും, എന്നിട്ട് അവിടെ പിച്ചും, അത് കഴിഞ്ഞിട്ട് അവിടെ നുള്ളും, അത് കഴിച്ച് തേച്ച് വളരെ പവർഫുൾ ആക്കി ഒക്കെ സെറ്റാക്കിയാണ് കൊടുക്കുക എന്നാണ് പറയുന്നത്. ആര് കൊടുക്കും എന്നാണ് പറയുന്നത്? ഇതൊക്കെ ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ്? സത്യത്തിൽ വയനാടിന്റെ പണം പുട്ടടിക്കാൻ വേണ്ടി സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നു. അവർക്ക് കിട്ടാനുള്ളത് കിട്ടി. ഇനിയിപ്പോ വയനാട്ടുകാർ എങ്ങനെ ജീവിച്ചാലെന്ത്, എന്തെടുത്ത് നിന്നാലെന്ത്, എവിടെ കിടന്നുറങ്ങിയാലെന്ത്. Different angles. Don't forget to subscribe and support this channel.